കൊച്ചിയിലെ PF ഓഫീസിൽ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചു. തൃശൂർ പേരാമ്പ്ര സ്വദേശി ശിവരാമനാണ് മരിച്ചത്. 80,000 രൂപയാണ് ശിവരാമന് PFൽ നിന്ന് കിട്ടാൻ ഉണ്ടായിരുന്നത്. അപ്പോളോ ടയേഴ്സിലെ ജീവനക്കാരനായിരുന്നു ശിവരാമൻ. വിരമിച്ചിട്ട് 9 വർഷമായി. എന്നാൽ പണം ഇതുവരെ കിട്ടിയിരുന്നില്ല എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. PF ഓഫീസറുടെ നിഷേധ സമീപനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പരാതി. ആധാറിലെ വയസ്സിൽ വന്ന പിശകിന്റെ പേരിലാണ് PF തുക കിട്ടാതിരുന്നത്. ഇത് പലതവണ പരിഹരിക്കുവാൻ ശ്രമിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല. തുടർന്നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. തൃശൂർ പേരാമ്പ്ര സ്വദേശിയായ ശിവരാമൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഈ PF ഓഫീസുകളിൽ കയറിയിറങ്ങുകയായിരുന്നു. തൃശൂരിലുള്ള PF ഓഫീസുകളിലൊക്കെ തന്റെ PF വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖകളെല്ലാം സമർപ്പിച്ചു. അതിനുശേഷമാണ് കലൂരിലുള്ള ഓഫീസിലേക്ക് വരാൻ പറയുകയും അവിടെ എത്തുകയും ചെയ്തത്. അവിടെയുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും വളരെ മോശമായിട്ടുള്ള അനുഭവമാണ് ശിവരാമൻ ഉണ്ടായത്. കാരണം ആധാറിലെ വയസ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് PF വിഡ്രോ ചെയ്യാൻ അദ്ദേഹത്തിന് തിരികെ കിട്ടാനുള്ളതിൽ താമസമുണ്ടായത്. അതിൽ ആധാറിലുണ്ടായിരുന്ന വയസ്സ് അതിനുശേഷം പഴയ 3 വർഷത്തിന് മുൻപുള്ള ആധാറാണ്. അത് പുതുക്കിയ ശേഷം ഏകദേശം 3 വർഷത്തെ വയസ്സിലൊരു വ്യത്യാസം വന്നിരുന്നു. ഇതാണ് PF ഓഫീസിലുള്ളവർ ചില സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞത്. അതിനുശേഷം പല ഓഫീസുകൾ കയറിയിറങ്ങി ഈ വയസ്സുമായി ബന്ധപ്പെട്ട തിരുത്തലുകളൊക്കെ നടത്തിയിരുന്നു. അതിനുശേഷം PF ഓഫീസിലേക്ക് വീണ്ടും എത്തിയെങ്കിലും സ്കൂളിലെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഇത് കിട്ടില്ല എന്ന് ഉറപ്പായതോടുകൂടിയാണ് വീണ്ടും PF ഓഫീസിലേക്ക് ചെല്ലുകയും സ്കൂൾ സർട്ടിഫിക്കറ്റ് ലഭ്യമായില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും PF ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവമാണ്. PF നൽകില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് നാളുകളായി 3-ലധികം വർഷങ്ങളായി ശിവരാമൻ ക്യാൻസർ രോഗിയാണ്. തൊണ്ടയിലെ ക്യാൻസർ രോഗയുടെ ചികിത്സയും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കീമോതെറാപ്പിയൊക്കെ ചെയ്ത് സാമ്പത്തികമായി വളരെ ഒരു ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഈ PF അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 80,000 രൂപ പിൻവലിക്കാൻ വേണ്ടി PF ഓഫീസുകൾ കയറി ഇറങ്ങിയത്. പക്ഷേ അതൊന്നും ശരിയായില്ല. അതിനെ മനം നൊന്താണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി PF ഓഫീസിലേക്ക് ചെല്ലുകയും അവസാനമായി ഇനിയും എങ്കിലും PF ലഭിക്കുമോ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അപ്പോഴും വളരെ നിരാശയായിട്ടുള്ളൊരു പ്രതികരണമാണ് PF ഓഫീസിൽ നിന്നും ലഭിച്ചത്. ഇതിനെ തുടർന്നാണ് PF ഓഫീസിലെ ബാത്റൂമിൽ കയറി വിഷം കുടിക്കുന്നത്. ആ സമയത്ത് തന്നെ ഈ മോശം അവസ്ഥയിൽ കണ്ടെത്തി ശിവരാമനെ കണ്ടെത്തുകയും ഉടൻ തന്നെ അവിടെയുള്ളവർ എറണാകുളത്തെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുവന്നു. ഇന്നലെ കൊണ്ടുവന്നു ഇവിടെ ചികിത്സയിലാണ്. ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ശിവരാമന്റെ മരണം സ്ഥിരീകരിച്ചത്. എന്തായാലും മകനടക്കം പറയുന്നത് PF ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. അവർ നിരന്തരം ഈ ഒരു ആവശ്യത്തിന് അച്ഛൻ ഓഫീസുകളിൽ കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഒരു സാങ്കേതിക തടസ്സം പറയുന്നതും അത് ഇവർ മനഃപൂർവ്വം ഇവരുടെ PF പിടിച്ചു വെക്കുന്ന ഒരു രീതിയിലേക്ക് പോവുകയും ചെയ്തു. ഇതിന് മനംനൊന്താണ് അച്ഛൻ ആത്മഹത്യ ചെയ്തതെന്ന് മകൻ രതീഷ് പറയുന്നു. അപ്പോൾ ഇതിന്റെ അക്കൗണ്ട് ഡെഡായിട്ട് എടുക്കായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഡെഡായി മാറ്റി എല്ലാം ശരിയായി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആധാറിലെ ഇതുണ്ട് തിരുത്തണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പുതിയ ആധാർ എടുക്കുക, അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരിക. ഈ ഒരു സാധനം കിട്ടാൻ പറ്റാണ്ട് ഇപ്പോൾ ഉള്ള വിഷമത്തിലാണ്. ഉദ്യോഗസ്ഥൻ്റെ പേര് അച്ഛൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ഉദ്യോഗസ്ഥൻ്റെ പറയാറുണ്ട്. അവിടുത്തെ ഹെഡ് ആയിട്ടുള്ള ആൾ സമ്മതിച്ചില്ല എന്നുള്ള കേസ് അച്ഛൻ പറയാറുണ്ട്. മാമാൻ്റെ വിഷമം ഉണ്ടായിരുന്നു. ഇല്ല, കാരണം ആള് മരുന്നും അങ്ങനെ ചെയ്യുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കില്ല. കാരണം ആള് മരുന്നും കാര്യങ്ങളൊക്കെ ചെക്കപ്പും ഒക്കെ ക്യാൻസറിൻ്റെ ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുള്ള പ്രതീക്ഷ നമുക്കില്ല. ഇപ്പം നമ്മൾ രാവിലെ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടേക്ക് ഇൻക്വസ്റ്റിനുള്ള വന്നിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ആലോചിച്ച് തീരുമാനിച്ചു. പേരാമ്പ്രയിലെ അപ്പോളോ ടയേഴ്സിലെ കരാർ ജീവനക്കാരനായിരുന്നു ശിവരാമൻ. 9 വർഷമായി റിട്ടയർ ആയതിന് വിരമിച്ചു. അതിനുശേഷമായിരുന്നു ഈ ഒരു അസുഖവും പിന്നീടുള്ള ചികിത്സാ ചിലവുമൊക്കെ കൂടിയത്. ഇതിനെ തുടർന്നായിരുന്നു PF തിരിച്ച് വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ നടത്തിയത്. പക്ഷെ അത് കിട്ടാതായതോടുകൂടിയാണ് ഇത്തരത്തിലൊരു കടും കൈ അദ്ദേഹം ചെയ്തത്. എന്തായാലും കുടുംബം ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. തൃശൂരിലും PF
PF ഓഫീസിലും അടക്കം പ്രതിഷേധം നടത്തുക എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വിവരം അറിയിക്കുകയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. എന്തായാലും പോലീസും ഇത് സംബന്ധിച്ച് കേസെടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ PF ഓഫീസിലെത്തി ഉദ്യോഗസ്ഥരുമായി സംസാരിക്കും. ഇതിന്റെ സത്യാവസ്ഥ അറിയുന്നതിനും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ പോലീസും കടന്നിരിക്കുകയാണ്. എന്തായാലും പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. അച്ഛന്റെ PF തുക കിട്ടണമെന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് അവരും ഉറച്ചു നിൽക്കുന്നത്.